Okay, all of you mark your attendance. Take Malayalam textbook, page number 34 ആണ് മിസ് പറയുന്നത്. 34-ല് ആക്ടിവിറ്റീസ് 3 അതായിരുന്നു നമ്മള് കഴിഞ്ഞ ഓൺലൈൻ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ മൂന്നാമത്തെ പദങ്ങൾ കണ്ടെത്തി എഴുതുക, ഇല്ല ചേർത്ത് വരുന്ന പദങ്ങൾ എഴുതുക. നിങ്ങൾ എഴുതിയോ മക്കളെ? യെസ്. എന്തൊക്കെയാണെന്ന് പറഞ്ഞേ ഇല്ല ചേർന്ന പദങ്ങള്? വെള്ളം, നെക്സ്റ്റ് വള്ളി, അടുത്തത് വെള്ളരി. ഓക്കെ, വെരി ഗുഡ്. വെള്ളം, വള്ളി, വെള്ളരി. ഇത് നിങ്ങൾ എഴുതിയിട്ടുണ്ടല്ലോ. ഓക്കെ, അന്ന് അടുത്ത പേജ് നമ്പർ 35 എന്ന് നോക്കിയേ. അതുകൂടി ഒന്ന് പറയാം. 4th ആക്ടിവിറ്റി കണ്ടെത്തി എഴുതുക. കൃഷിച്ചൊല്ലുകൾ കണ്ടെത്തി എഴുതുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വൺ അവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. എന്താണ്? വിത്താഴം ചെന്നാൽ പത്തായം നിറയും. അല്ലെ? വിത്ത് ആഴം ചെന്നാൽ പത്തായം നിറഞ്ഞു പറഞ്ഞാൽ എന്താ? വിത്ത് ആഴത്തിൽ വെച്ചാൽ ഒരുപാട് സംഭവം ഉണ്ടാവും, നമുക്ക് കിട്ടും അല്ലെ? അതുകൊണ്ട് പത്താഴം, പഴയ കാലങ്ങളിലൊക്കെ ഇതൊക്കെ സൂക്ഷിച്ചിരുന്ന ധാന്യങ്ങളൊക്കെ സൂക്ഷിച്ചിരുന്നാണ് പത്തായം. അപ്പൊ അതാണ് പറഞ്ഞ വിത്ത് ആഴം ചെന്നാൽ പത്തായം നിറയും. നെക്സ്റ്റ് ഇനി എന്തൊക്കെയാ എഴുതിയ നമ്മളെ കൃഷിച്ചൊല്ലുകളെ ഒന്ന് വായിച്ചേ. ഒന്ന് വിതച്ചാൽ 100 വിളയും. എഴുതിയിരുന്നോ? കള പറിച്ചാൽ കളം നിറയും. നെക്സ്റ്റ് വൺ വിത്തില്ലാതെ ഞാറില്ല. ഈ 3 മക്കൾ എഴുതിയോ എല്ലാവരും? വെരി ഗുഡ്. നെക്സ്റ്റ് പൂരിപ്പിക്കുകയാണ് അല്ലെ? അടുത്തത് 5-മത്തത് ഉചിതമായ പദങ്ങൾ താഴെയുള്ള വൃത്തങ്ങളിൽ പൂരിപ്പിക്കുക. എല്ലാവരും ഈ ബുക്ക് കംപ്ലീറ്റ് ആണോ? മിസ്സിനെ ഒന്ന് ഇങ്ങനെ പൊക്കി കാണിച്ചേ എല്ലാവരും. അപ്പോ അല്ലേ? എന്തുകൊണ്ടാ എഴുതാഞ്ഞേ? അതല്ലേ ഞാൻ ഇത്രയും തവണ ചോദിച്ചു നിങ്ങളോട്. അപ്പൊ ഇതാണ് എഴുതേണ്ടത് കേട്ടോ. ഇനി 5-മത്തെ എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ അച്ഛൻ, ചേച്ചി, അമ്മ, ചേട്ടൻ. ഇവയൊക്കെ എവിടെയാ ഉണ്ടാവുക? ആകാശത്താണോ, കുടുംബത്തിലാണോ, യാത്രയിലാണോ? കുടുംബം. വെരി ഗുഡ്. അപ്പൊ ഫസ്റ്റ് വൺ എഴുതേണ്ടത് നടുക്കുള്ളത് കുടുംബം. ആ നീലയിലുള്ള കുടുംബം എന്നതാണ് നിങ്ങൾ അവിടെ ഫില്ല് ചെയ്യേണ്ടത് അല്ലേ? മക്കളെ കുടുംബം. അപ്പൊ അതാണ് ഈ ഫസ്റ്റ് ഡോട്ടിന്റെ ഈ മുകളിൽ ഇവിടെ ഇവിടെ ഫില്ല് ചെയ്യേണ്ടത് കുടുംബം. നെക്സ്റ്റ് വണ്ണിൽ എന്താണ്? സൈക്കിൾ, വിമാനം, തീവണ്ടി, കപ്പൽ എന്നാണ് ഉള്ളത്. എന്താണ് വാഹനങ്ങളാണ് അവ അല്ലേ? നെക്സ്റ്റ് വൺ എന്താണ്? സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രം. ഇതെവിടെയാ ഉണ്ടാവുക? ആകാശം. ഓക്കെ, അപ്പൊ ആ 3 കാര്യങ്ങൾ ഫില്ല് ചെയ്ത് കുടുംബം, യാത്ര, ആകാശം ഫില്ല് ചെയ്തോ മക്കളെ? ഇവിടെ നോക്കിയ കുടുംബത്തിലെ നടുക്കില്ല, യാത്ര ലാസ്റ്റ് വണ്ണാണ്, ആകാശം മുകളിൽ കാണുന്നത്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് പേജിലേക്ക് പോവുകയാണേ. അടുത്തത് 6th ആക്ടിവിറ്റി എന്താണ്? കണ്ടെത്തി എഴുതുക എന്നതാണ്. കണ്ടെത്തി എഴുതുക. സൗണ്ട് കേൾക്കുന്നില്ലേ മക്കൾക്ക്? ഓക്കെ ഓക്കെ. അപ്പൊ അതിൽ നോക്കിയേ, സൂര്യയുടെ അടുക്കളത്തോട്ടത്തിൽ പലതരം പച്ചക്കറികളുണ്ട്. ചിലത് താഴെ പട്ടികയിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. കണ്ടെത്തി എഴുതണം. എന്തൊക്കെയാണെന്ന് നോക്കിയേ നിങ്ങളെ? കറിവേപ്പില. താഴോട്ട് വായിച്ചു നോക്കിയേ കോളം. കറിവേപ്പില. നെക്സ്റ്റ് വൺ പച്ചമുളക്, നീളത്തില് പച്ചമുളക്. കണ്ടോ? എടുത്ത് താഴെ എഴുതണം. കറിവേപ്പില അവിടെ എഴുതി തന്നിട്ടുണ്ട്. പച്ചമുളക് എഴുതിക്കോ. അടുത്തത് നെക്സ്റ്റ് പയറുണ്ട്. അടുത്തത് വഴുതിന ഉണ്ട്, വഴുതിനങ്ങ, മത്തൻ, വെണ്ട, തക്കാളി. കണ്ടോ നിങ്ങളെ? അത് മുഴുവൻ കണ്ടെത്തിയിട്ട് മക്കളെ മാച്ച് ചെയ്ത് ഇപ്പൊ വെക്കുക, പിന്നീട് എഴുതുക. അല്ല, മാച്ച് അല്ല, ഇങ്ങനെ അവിടെ ഇത് കൊടുത്ത് വെക്കുക. കണ്ടോ നിങ്ങളെ? വെണ്ട, വേണ്ട ലാസ്റ്റ് കോളത്തിൽ തൊട്ട് മേലെയും താഴെയായിട്ട് വെണ്ട. തക്കാളി ലാസ്റ്റ് വരികളിൽ തക്കാളി നടുക്കായിട്ട് വരുന്നുണ്ട്.
മത്തൻ അതിന്റെ തൊട്ട് മുകളിലത്തെ ലൈൻസില് കോളത്തിൽ വരുന്നുണ്ട്. മ ഇട്ട ഇൻ ഉണ്ടോ? പായർ അതിന്റെ തൊട്ട് മുകളിലത്തെ കോളത്തിലുണ്ട്. പായർ ലാസ്റ്റ് വൺ ഉണ്ടോ? അപ്പൊ ഇത്രയും സംഭവങ്ങൾ അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? എഴുതണം. അതും ഫിനിഷ് ആണോ? ഓക്കെ. ഇനി നെക്സ്റ്റ് ലാസ്റ്റ് വൺ ചൊല്ലി രസിക്കാം എന്നാണ്. മാരിമഴകൾ ചൊരിഞ്ചേ ചെറു വയലുകളൊക്കെ നിറഞ്ചേ പൂട്ടിയൊരുക്കി കഴിഞ്ഞേ ചെറു ഞാറെല്ലാം കെട്ടിയെറിഞ്ചേ. അത് നമ്മൾ ചൊല്ലി രസിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ ഇനി മിസ് എന്തെങ്കിലും എഴുതി തരാനുണ്ടോ? എഴുതി തരണോ അതേതെങ്കിലും? നോ. എന്നാ നമുക്ക് അടുത്ത പാഠത്തിലേക്ക് പോയിക്കോട്ടെ ഞാൻ. Yes. Are you ready? Yes. Okay. അപ്പൊ നമുക്ക് അടുത്ത പാഠം എന്താണ്? 9th ലെസൺ പേര് നോക്കിയേ മക്കള്. ഒന്നാനം കൊച്ചുതുമ്പി. ഒന്നാനാം കൊച്ചുതുമ്പി അല്ലേ? ഒന്നാനാം കൊച്ചുതുമ്പി കേട്ടിട്ടുണ്ടോ നിങ്ങളെ പാട്ട്? എന്താണ്? ഒരു തുമ്പിയോട് ആരെ കുട്ടി സംഭാഷണം ചെയ്യുന്നത് പോലെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അല്ലേ? നിങ്ങൾക്ക് കുട്ടികൾക്ക് എങ്ങനെയാ പ്രിയപ്പെട്ടവരാണ് എന്ത്? തുമ്പി, പൂമ്പാറ്റ, ഇതിന്റെ ഒക്കെ പുറകെ നടക്കാറുണ്ടോ നിങ്ങള്? ഞാൻ കണ്ടിട്ടുണ്ട് അല്ലേ? ചെറിയ കുഞ്ഞുങ്ങളൊക്കെ എങ്ങനെയാണെന്നറിയോ? നിങ്ങളുടെ പ്രായമുള്ള കുഞ്ഞുങ്ങളൊക്കെ ഒരു പൂമ്പാറ്റ പൂവിൽ ഇങ്ങനെ വന്നിരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? വണ്ട് അതിനെ പോയി പിടിക്കാൻ പോവും. അത് പാറിപ്പോവും. പക്ഷെ എന്നാലും നിങ്ങൾ എന്ത് ചെയ്യും? അതിന്റെ പുറകെ ഇങ്ങനെ നടക്കും അല്ലെ? അപ്പൊ കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ആളാണ് ഈ തുമ്പിയും പൂമ്പാറ്റയും ഒക്കെ അല്ലേ? ഒരു പക്ഷിയായാലും നിങ്ങൾ വേണമെങ്കിൽ അതിന്റെ പുറകെ ഓടും. ഒരു പൂച്ചയാണെങ്കിൽ ചിലപ്പോൾ അതിന്റെ പുറകെ ഓടും അല്ലെ? അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളോടൊക്കെ കുട്ടികൾക്ക് ഇഷ്ടമായിരിക്കും അല്ലെ? പുറകെ ഓടും. അപ്പോ അങ്ങനെ തന്നെ ഒരു പഴയ കാലത്ത് ഒരു കുട്ടി ഈ തുമ്പിയോട് പറയുന്ന ഒരു രീതിയിലാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അല്ലേ? കണ്ടോ? കുട്ടീനെയും കാണുന്നുണ്ട്, തുമ്പീനെയും കാണുന്നുണ്ട്. കണ്ടോ നിങ്ങള്? കണ്ടില്ലേ? അപ്പൊ നിങ്ങൾക്ക് വീട്ടുപരിസരത്ത് കാണുന്ന ഏറ്റവും പ്രിയപ്പെട്ട ജീവി ഏതാണ് മക്കളെ? വീട്ടുപരിസരത്തൊക്കെ കാണുന്ന പ്രിയപ്പെട്ട ജീവി ഏതാണ് നിങ്ങള്? തുമ്പി തന്നെയാണ്. ചിലവർക്ക് ചിലവർക്ക് തുമ്പി. അപ്പൊ ഓരോരാൾക്ക് ഓരോ ജീവി ഉണ്ട് അല്ലേ? അപ്പൊ വീട്ടുപരിസരത്ത് കാണുന്ന ജീവിയൊക്കെ നമ്മള് ഇങ്ങനെ ശ്രദ്ധിക്കും നിങ്ങൾ അല്ലേ? അപ്പോ നിങ്ങൾക്ക് ഓരോരാൾക്കും വ്യത്യസ്ത ഇഷ്ടങ്ങളാണെന്ന് പറഞ്ഞു. വ്യത്യസ്ത ജീവികളെയാണ് ഇഷ്ടം അല്ലേ? അപ്പോ നിങ്ങൾ അവയൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. പൂമ്പാറ്റീനെ ആയാലും തുമ്പിയായാലും ഒക്കെ. അതേപോലെ തന്നെ ഇതിലും പറയുന്നല്ലേ? നമുക്കൊന്ന് നോക്കാം, പാട്ടൊന്ന് പാടി നോക്കാം. നിങ്ങൾ എന്ത് ചെയ്യണം? കൂടെ ശ്രദ്ധിച്ച് വായിക്കണം കേട്ടോ. അവിടുന്ന് മ്യൂട്ട് ചെയ്ത് വെച്ച് നല്ല ഉറക്കെ വായിച്ചു നോക്കുക കിട്ടുന്നുണ്ടോന്ന് അല്ലേ? അപ്പൊ ഒന്നാനാം കൊച്ചുതുമ്പി. എന്താണ് പേര്? ഒന്നാനാം കൊച്ചുതുമ്പി. ഓക്കെ, പറഞ്ഞു നോക്കിയേ. ഒന്നാനാം കൊച്ചുതുമ്പി. ഒന്നാനാം കൊച്ചുതുമ്പി എൻ കൂടെ പോരുമോ നീ? നിൻ കൂടെ പോന്നുവെന്നാൽ എന്തെല്ലാം തരുമെനിക്ക്? കളിപ്പാനോ കളം തരുവേൻ, കുളിപ്പാനോ കുളം തരുവേൻ, വെച്ചുണ്ണാൻ ചിറ്റുരുളി ചെറുപാത്രം കോരികയും, ഇട്ടിരിക്കാൻ പന്തടുക്ക് ഇട്ടുണ്ണാൻ പൊന്തളിക, കൈ കഴുകാൻ കൊച്ചുകിണ്ടി കൈതോർത്താൻ പുള്ളിപ്പട്ട്. അല്ലേ? ഇത്രയാണ് പാട്ടുള്ളത്. നമുക്കൊന്നുകൂടി പാടി നോക്കാം അല്ലെ? എല്ലാരും പാടുന്നുണ്ടോ മിസ്സിന്റെ കൂടെ? ശ്രദ്ധിച്ചു നോക്കിയേ. ഒന്നാനാം കൊച്ചുതുമ്പി. ഒന്നുകൂടി പാടാം. ഒന്നുകൂടി പാടാം. മിസ്സിന്റെ കൂടെ പാടിക്കോ. കൊച്ചുതുമ്പി കൂടെ പോരുമോ നീ? നിൻകൂടെ പോന്നുവെന്നാൽ എന്തെല്ലാം തരുമെനിക്ക്? പാടിയേ. ഒന്നാം കൊച്ചുതുമ്പി എന്റെ കൂടെ പോരുമോ നീ? നിൻകൂടെ പോന്നുവെന്നാൽ
നിന്റെ കൂടെ അൽ എന്തെല്ലാം തരുമെനിക്ക് 4 ലൈൻസ് നമുക്ക് ഒന്നുകൂടി പാടാം. ഒന്നാനാം കൊച്ചു തുമ്പി എൻ കൂടെ പോരുമോ നീ, നിൻ കൂടെ പോന്നുവെന്നാൽ എന്തെല്ലാം തരുമെനിക്ക്. നിന്റെ കൂടെ പോന്നാൽ എന്തൊക്കെ തരും എന്നാണ് ചോദിക്കുന്നത് അല്ലേ? ഓക്കെ, ഒന്നുകൂടി പാടാ. ഒന്നാനാം കൊച്ചു തുമ്പി എൻ കൂടെ പോരുമോ നീ, നിൻ കൂടെ പോന്നുവെന്നാൽ എന്തെല്ലാം തരുമെനിക്ക്. എന്തെല്ലാം തരുമെനിക്ക്. വായിക്കാൻ പഠിച്ചോ? ഒന്നുകൂടി. തുമ്പി എന്നെ കൂടെ പോരുമോ നീ, എന്നെ കൂടെ പോരുമെന്നാൽ എന്തെല്ലാം തരുമെനിക്ക്. ഒന്നാനാം കൊച്ചു തുമ്പി എൻ കൂടെ പോരുമോ നീ, നിൻ കൂടെ പോന്നുവെന്നാൽ എന്തെല്ലാം തരുമെനിക്ക്. പഠിച്ചോ? ഒന്നാനാം കൊച്ചു തുമ്പി എന്നെ കൂടെ തരുമെനിക്ക്. അപ്പൊ കുട്ടി എന്താ ചെയ്യുന്നത്? ഒന്നാനാം കൊച്ചു തുമ്പി. കുട്ടി തുമ്പിയെ എന്താ ചെയ്യുന്നത്? തന്റെ കൂടെ വിളിക്കുകയാണ് അല്ലെ? തന്റെ എവിടത്തേക്ക്? തന്റെ വീട്ടിലേക്ക് ചെല്ലാൻ ക്ഷണിക്കുകയാണ് കുട്ടി തുമ്പിയെ അല്ലേ? എന്താ ചോദിക്കുന്നേ? ഒന്നാനാം കൊച്ചു തുമ്പി എൻ കൂടെ പോരുമോ നീ, എന്റെ കൂടെ നീ പോരുമോ എന്നാണ് ചോദിക്കുന്നത് അല്ലേ? എന്നിട്ടോ അപ്പൊ എന്താ തുമ്പി ചോദിക്കുന്നേ? നിൻ കൂടെ പോന്നുവെന്നാൽ എന്തെല്ലാം തരുമെനിക്ക്. നിങ്ങൾ കൂട്ടുകാരെ വിളിക്കൂ അല്ലെ? എന്റെ കൂടെ നീ പോരുന്നു എന്നിരിക്കും. അപ്പൊ കൂട്ടുകാരൻ എന്ത് ചോദിക്കും? നിന്റെ കൂടെ പോന്നാ നീ എനക്ക് കളിക്കാൻ തരുവോ, അല്ല എന്താ ഇവിടുന്ന് തരുവാന്ന് ചോദിക്കും. അതാണ് ചോദിക്കുന്നത്. അപ്പൊ കുട്ടി തുമ്പിയെ തന്റെ കൂടെ, അതായത് തന്റെ വീട്ടിലേക്ക് ചെല്ലാൻ ക്ഷണിക്കുന്നു അല്ലെ? കൂടെ ചെന്നാൽ എന്തൊക്കെയാണ് ഇത് കൊടുക്കുമെന്ന് തുമ്പി ചോദിക്കുന്നതായിട്ടാണ് കുട്ടി കരുതുന്നത് അല്ലെ? അതാണ് അവിടെ പറഞ്ഞത്. പിന്നെന്താ പറഞ്ഞത്? അപ്പൊ ആ സാങ്കല്പിക ചോദ്യത്തിനുള്ള മറുപടി ആയിട്ടാണ് അടുത്തതിൽ പറയുന്നത്. എന്തൊക്കെയാണ് തരുക എന്നതാണ് അടുത്ത ലൈൻസിൽ പറയുന്നത് അല്ലെ? അപ്പൊ നമുക്ക് ഈ 4 ലൈൻസ് ഒന്നുകൂടി പാടാം. ഒന്നാനാം കൊച്ചു തുമ്പി എന്നെ കൂടെ പോരുമോ നീ, എന്റെ കൂടെ പോന്നുവെന്നാൽ തരുമെനിക്ക്. അപ്പൊ എന്താ പറയുന്നേ? എന്തൊക്കെ തരും എന്ന് ചോദിക്കുന്നല്ലേ? അപ്പൊ അതിനുള്ള ഉത്തരമായിട്ടാണ് പറയുന്നത്. കളിപ്പാനോ കളം തരുവേ, കുളിപ്പാനോ കുളം തരുവേൻ, വെച്ചുണ്ണാൻ ചിറ്റുരുളി ചെറുപാത്രം കോരികയും. എന്തൊക്കെ കൊടുക്കാന്നാ പറയുന്നേ കുട്ടി? എന്തൊക്കെയാ കുട്ടി എന്തൊക്കെയാണ് വാഗ്ദാനം ചെയ്യുന്നത്? പ്രിയപ്പെട്ട വസ്തുക്കളാണ് പറയുന്നത്. എന്തൊക്കെയാണെന്നറിയോ? കളിക്കാൻ കളം, കളിക്കാൻ കളം തരാം എന്ന് പറഞ്ഞു അല്ലെ? നെക്സ്റ്റ് എന്താ പറഞ്ഞേ? കുളിക്കാൻ കുളം അല്ലെ? അടുത്ത എന്താ പറഞ്ഞേ? വെച്ചുണ്ണാൻ ചിറ്റുരുളി അല്ലേ? ചെറിയ ഉരുളി അല്ലേ? വെച്ചുണ്ണാൻ എങ്ങനത്തെ? ചിറ്റുരുളി. നെക്സ്റ്റ് എന്താ പറഞ്ഞേ? ചിറ്റുരുളി പറഞ്ഞ എന്താണ് അർത്ഥം? ചെറിയ ഉരുളി. ഉരുളി കണ്ടിട്ടുണ്ടോ നിങ്ങള്? ഇങ്ങനെ പരന്ന ഒരു പാത്രം ഉണ്ട് അല്ലെ? ഒരു എന്താ പറയാ, ഉരുളി എന്ന് പറയാറുണ്ട്. നിങ്ങൾക്ക് അറിയോന്ന് അറിയില്ല അല്ലേ? ഓട്ടുരുളിയൊക്കെ കണ്ടിട്ടുണ്ടോ നിങ്ങള്? അതേപോലത്തെ ഉരുളി അല്ലെ? ചെറിയൊരു ഉരുളി തരാം എന്ന് പറഞ്ഞു അല്ലെ? എന്തിനെ? വെച്ചുണ്ണാൻ. പിന്നെ ചെറുപാത്രവും കോരികയും തരാൻ പറഞ്ഞു. നെക്സ്റ്റ് എന്താ പറഞ്ഞേ? ഇരിക്കാൻ കുഞ്ഞുപായ. താഴെ ഉണ്ടാവും. ഇരിക്കാൻ കുഞ്ഞുപായ അല്ലേ? നെക്സ്റ്റോ? ഉണ്ണാൻ പൊൻതളിക, കൈ കഴുകാൻ കൊച്ചുകിണ്ടി, കൈ തോർത്താൻ പുള്ളിപ്പട്ടി. അങ്ങനെ ലാസ്റ്റ് ഓരോന്ന് പറയുന്നുണ്ട് അല്ലേ? എന്നിവയാണ് കുട്ടി വാഗ്ദാനം ചെയ്യുന്നത് അല്ലേ? അപ്പൊ നമുക്ക് നോക്കാം.
കളിപ്പാനോ കളം തരുവേൻ. അടുത്ത ലൈൻസ് പാടാ. കളിപ്പാനോ കളം തരുവേൻ, കുളിപ്പാനോ കുളം തരുവേൻ, വെച്ചുണ്ണാൻ ചിറ്റുരുളി ചെറുപാത്രം കോരികയും. അപ്പൊ എന്തൊക്കെയാണ് കുട്ടി വാഗ്ദാനം ചെയ്യുന്നത് തുമ്പിക്ക്? നോക്കിയേ, ഒന്ന് ആദ്യം എന്ത് പറഞ്ഞു? കുട്ടി തുമ്പിയോട് എന്താ പറയുന്നേ? ഒന്നാനാം കൊച്ചു തുമ്പി എന്റെ കൂടെ പോരുന്നു എന്ന് ചോദിച്ചു. അപ്പൊ കുട്ടി തന്നെ അതിന് സാങ്കല്പികമായി ഉത്തരം പറയുന്നതായിട്ട് സങ്കല്പിക്കണം. എന്താ പറയുന്നേ? നിന്റെ കൂടെ പോന്നാൽ എന്തൊക്കെ തരും എനിക്ക് എന്ന് തുമ്പി ചോദിക്കുന്നതായിട്ട് കുട്ടി പറയുന്നു അല്ലേ? പിന്നെ നെക്സ്റ്റ് എന്താ പറയുന്നേ? അപ്പൊ കുട്ടി പറയണെന്ത്? ആ ചോദ്യത്തിന് മറുപടി ആയിട്ട് കുട്ടി പറയണെന്ത്? കളിപ്പാനോ കളം തരുവേൻ, കളിക്കാൻ കളം തരാം. നെക്സ്റ്റോ, കുളിപ്പാനോ കുളം തരുവേൻ, കുളിപ്പാൻ എന്ത് കൊടുക്കാന്നാ പറഞ്ഞേ? കുളം. നെക്സ്റ്റ്, വെച്ചുണ്ണാൻ ചിറ്റുരുളി, ചെറിയ ഉരുളി, അതായത് ഒരു പാത്രം, ചെറിയ പാത്രം, ഉരുളി കേട്ടോ, ചെറിയ ഉരുളി. നെക്സ്റ്റ്, ചെറുപാത്രം കോരികയും. എന്താണ് കോരിക? കോരിക എന്താ? കോരിയെടുക്കുന്ന പാത്രം അല്ലേ? കോരിക, കോരിയെടുക്കുന്ന പാത്രം അല്ലേ? എങ്ങനെയൊക്കെ ലോഹം കൊണ്ടോ മരം കൊണ്ടോ ഒക്കെ നിർമ്മിച്ചിട്ടുള്ളത് അല്ലേ? അകം കുഴിഞ്ഞ തട്ടും പിടിയുള്ളതുമായ കോരിയെടുക്കാൻ ഉപയോഗിക്കുന്ന പാത്രത്തിനാണ് കോരിക എന്ന് പറയുന്നത് അല്ലേ? ഓക്കെ. അപ്പോ കളിപ്പാൻ കളം തരാം, കുളിപ്പാൻ കുളം തരാം, വെച്ചുണ്ണാൻ ചിറ്റുരുളി, കോരികയും തരാം എന്ന് പറഞ്ഞു അല്ലേ? ഓക്കെ. ആ 4 ലൈൻസ് കൂടെ ഒന്നുകൂടി വായിക്കാം നമുക്ക്. അത് മുഴുവൻ മിസ്സിന്റെ കൂടെ നിങ്ങൾ ഉറക്കെ ചൊല്ലണേ. ഓക്കെ. ഒന്നാനാം കൊച്ചു തുമ്പി എന്റെ കൂടെ പോരുമോ നീ, കളം തരുവേൻ, കുളം തരുവേൻ, പാത്രം വെച്ച് നോക്കിയേ. ആ 8 ലൈൻസ് വായിക്കാം നമുക്ക്. പഠിച്ചോ? ഒന്നുകൂടി. ഒന്നാനാം കൊച്ചു തുമ്പി പോരുമോ നീ, കൂടെ പോന്നുവെന്നാൽ എന്തെല്ലാം തരുമെനിക്ക്, കളിപ്പാനോ കളം തരുവേൻ, കുളിപ്പാനോ കുളം തരുവേൻ, വെച്ചുണ്ണാൻ ചിറ്റുരുളി ചെറുപാത്രം കോരികയും. നെക്സ്റ്റ് എന്താ പറഞ്ഞ നോക്കിയേ അടുത്ത ലൈൻസില്. ഇട്ടിരിക്കാൻ പൊന്തടുക്ക്, ഇട്ടുണ്ണാൻ പൊന്തളിക, കൈ കഴുകാൻ കൊച്ചുകിണ്ടി, കൈതോർത്താൻ പുള്ളിപ്പട്ട്. എന്തേ ആയിഷേ, നല്ല രസം തോന്നുന്നുണ്ട് അല്ലേ? പാടി നോക്കിയേ. അപ്പൊ ഇനി ലാസ്റ്റ് 4 ലൈനാണ് നമ്മ പറയുന്നത്. ഓക്കെ, ശ്രദ്ധിച്ച് പഠിക്കോ കേട്ടോ മക്കള്. ഇട്ടിരിക്കാൻ പൊന്തടുക്ക്, പാടി നോക്കിയേ. ഇട്ടിരിക്കാൻ പൊന്തടുക്ക്, ഇട്ടുണ്ണാൻ പൊന്തളിക. നെക്സ്റ്റ്, കൈ കഴുകാൻ കൊച്ചുകിണ്ടി, കൈ തോർത്താൻ പുള്ളിപ്പട്ട് അല്ലേ? ഇതൊക്കെ കൊടുക്കാമെന്നാണ്, എൻ്റെ കൂടെ പോന്നാൽ നിനക്ക് ഞാൻ ഇതൊക്കെ തരാമെന്നാണ് ആര്? കുട്ടി തുമ്പിയോട് പറയുന്നത് അല്ലേ? ഒരു സാങ്കല്പിക കഥാപാത്രമായി പറയുന്നതായിട്ടാണ് ഇതിൽ പറയുന്നത്. ഓക്കെ. അപ്പൊ ഒന്നുകൂടി പാടാം മിസ് മുഴുവൻ. ഒന്നാനാം കൊച്ചു തുമ്പി എന്റെ കൂടെ പോരുമോ നീ, നിൻ കൂടെ പോന്നുവെന്നാൽ എന്തെല്ലാം തരുമെനിക്ക്, കളിപ്പാനോ കളം തരുവേൻ, കുളിപ്പാനോ കുളം തരുവേൻ, വെച്ചുണ്ണാൻ ചിറ്റുരുളി ചെറുപാത്രം കോരികയും, ഇട്ടിരിക്കാൻ പൊന്തടുക്ക്, ഇട്ടുണ്ണാൻ പൊന്തളിക, കൈ കഴുകാൻ കൊച്ചുകിണ്ടി, കൈതോർത്താൻ പുള്ളിപ്പട്ട്. പഠിച്ചോ?
ഞാൻ നല്ല ആസ്വദിച്ച് കേൾക്കുന്നുണ്ട് അല്ലേ? പഠിച്ച എല്ലാവരും പഠിച്ച ഇഫുന? ഓക്കെ, ഒന്ന് ചൊല്ലുവോ? ചൊല്ലി നോക്കിയേ. ഞാനാൻ കൊച്ചു തുമ്പി എൻ കൂടെ പോരുമോ നീ, എൻ കൂടെ പോന്നുവെന്നാൽ എന്തെല്ലാം തരുമെനിക്ക്. കളിപ്പാനോ കളം തരുവൻ, കുളിപ്പാനോ കുളം തരുവൻ, ചുണ്ണാൻ ചിറ്റുരുളി ചെറുപാത്രം കഴുകാൻ പൊൻകളിക കൈ കഴുകാൻ കൊച്ചു കിണ്ടി കൈ തോർത്താൻ പുള്ളിപ്പട്ട്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ തുമ്പിയെ പ്രലോഭിപ്പിക്കാൻ വേണ്ടി കുട്ടി ഒരുപാട് കാര്യങ്ങൾ വെച്ച് നീട്ടുന്നുണ്ട് അല്ലേ? എന്തൊക്കെയാണെന്നാ പറഞ്ഞ നമ്മള്? കളിപ്പാൻ കളം തരാം, കുളിക്കാൻ കുളം തരാം, വെച്ചുണ്ണാൻ ചിറ്റുള്ള കൊടുക്ക, ചെറുപാത്രം കോരിക, ഇട്ടിരിക്കാൻ പൊന്തെടുക്കു കൊടുക്കാം, ഉണ്ണാൻ പൊന്തളിക തരാം, കൈ കഴുകാൻ കൊച്ചു കിണ്ടി തരാം, കൈ തോർത്താൻ പുള്ളിപ്പട്ട് തരാം. ഇത്രയും കാര്യങ്ങളാണ് കുട്ടി തുമ്പിയോട് വാഗ്ദാനം ചെയ്യുന്നതല്ലേ? എന്റെ വീട്ടില് നീ വരികയാണെങ്കിൽ ഞാൻ ഇതൊക്കെ നിനക്ക് തരാമെന്നാണ് കുട്ടി തുമ്പിയോട് പറയുന്നത് അല്ലേ? ഓക്കെ, ഇനി ആരാ നെക്സ്റ്റ് പാടുന്നേ മക്കളെ? ഹാബി ഹൈദർ, വെരി ഗുഡ്. ഹാദി ചൊല്ലിയ മോനെ. ഒന്നാനാം കൊച്ചു തുമ്പി, ഒന്നാനാം കൊച്ചു തുമ്പി എൻ കൂടെ പോരുമോ നീ, നിൻ കൂടെ പോന്നുവെന്നാൽ എന്തെല്ലാം തരുമെനിക്ക്. കളിപ്പാൻ കളം തരുവൻ, കുളിപ്പാനോ കുളം തരുവേൻ, വെച്ചുണ്ണാൻ ചിറ്റുരുളി ചെറുപാത്രം കോരുകയും ഇട്ടിരിക്കാൻ പൊന്തടുക്ക് ഇട്ടുണ്ണാൻ പൊന്തളിക കൈ കഴുകാൻ കൊച്ചു കൈ തോർത്താൻ പുള്ളിപ്പട്ട്. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ആരാ പാടുന്നേ? റിച്ചാർഡ് സിജോ, വെരി ഗുഡ്. ഒന്നാനാം കൊച്ചുതുമ്പി, ഒന്നാനാം കൊച്ചുതുമ്പി എൻ കൂടെ പോരുമോ നീ, നിൻ കൂടെ പോന്നുവെന്നാൽ എന്തെല്ലാം തരുമെനിക്ക്. കളിപ്പാനോ കളം തരുവേൻ, കുളിപ്പാനോ കുളം തരുവേൻ, വെച്ചുണ്ണാൻ ചുറ്റുരുളി ചെറുപാത്രം കോരുകയും ഇട്ടിരിക്കാൻ പൊന്തടുക്ക് ഇട്ടുണ്ണാൻ പൊൻതളിക കൈ കഴുകാൻ കൊച്ചുകിണ്ടി കൈ തോർത്താൻ പുള്ളിപ്പട്ട്. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് അടുത്ത ആരാ പാടുന്നേ? അലൻ ജോസഫ്. ഒന്നാനാം കൊച്ചുതുമ്പി എൻ കൂടെ പോരുമോ നീ, നിൻ കൂടെ പോന്നുവെന്നാൽ എന്തെല്ലാം തരുമെനിക്ക്. കളിപ്പാനോ കളം തരുവേൻ,
പാനോ കുളം തരുവേൻ. വെച്ചുണ്ണാൻ ചിറ്റുരുളി. ചുരുളി ചെറുപാത്രം ഇട്ടിരിക്കാൻ പൊന്തടുക്ക് തടുക്ക് ഇട്ടുണ്ണാൻ പൊന്തളിക കൈ കഴുകാൻ കൊച്ചു കിണ്ടി കൈതോർത്താൻ പുള്ളിപ്പട്ട്. നെക്സ്റ്റ് ആരടുത്ത്? വായിച്ചോട്ടെ. ആര്? അമൃത. അമൃത വായിച്ചോ. പാഠം 9. ഒന്നാനാം കൊച്ചുതുമ്പി. ഒന്നാനാം കൊച്ചുതുമ്പി എന്നെ കൂടെ പോരുമോ നീ? എന്നെ കൂടെ പോരുമെന്നാൽ എന്തെല്ലാം തരുമെനിക്ക്? കളിപ്പാനോ കളം തരുവൻ, കുളിപ്പാനോ കുളം തരുവൻ, വെച്ചുണ്ണാൻ ചുരുളി ചെറുപാത്രം കുളം ഇട്ടിരിക്കാൻ ഇട്ടുണ്ണാൻ തളിരിക കൈ കഴുകാൻ കൊച്ചു കിണ്ടി കൈതോർത്താൻ പുള്ളിപ്പട്ട്. Okay, very good. Next. Aman Madhav. Okay, very good. Aman Madhav. കൊച്ചുതുമ്പി എൻകൂടെ പോരുമോ നീ? നിൻകൂടെ പോന്നു വന്നാൽ എന്തെല്ലാം തിരുമിനിക്ക്? കളിപ്പാനോ കളം തരുവിൻ, പുള്ളിപ്പാനോ കൊളം തരുവൻ, വെച്ചുണ്ണൻ ചുരുളി ചെറുപാത്രം കോരുകയും ഇട്ടിരിക്കാൻ പൊന്തടുക്ക് പൊന്തളിക കൈ കഴുകാൻ കൊച്ചു കിണ്ടി കൈതോർത്താൻ പുള്ളിപ്പാട്ട്. Okay, very good. Aman, next. പുള്ളിപ്പാട്ട്. പുള്ളിപ്പട്ട്. പുള്ളിപ്പട്ടിന്റെ പുള്ളിയുള്ള പട്ട്. കൈതോട്ടോ നല്ല സാധന കൊടുക്കുന്നല്ല. ഓ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ആരാ പാടുന്നേ? ആരും പാടുന്നില്ലേ? അടുത്തേ. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒന്നാനാം കൊച്ചുതുമ്പി എന്ന പാഠം പഠിച്ചിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? നല്ലതുപോലെ വായിക്കണം. കുറേ പ്രാവശ്യം വായിക്കണം മക്കളെ. ഓക്കെ, അതിൽ കുറച്ച് വേർഡ്സ് ഉണ്ടാ. കോരിക നമ്മൾ പറഞ്ഞു അല്ലേ? കോരാൻ ഉപയോഗിക്കുന്ന പാത്രമാണ് കോരിക എന്ന് പറയുന്നത് അല്ലേ? എന്താ പറഞ്ഞ നമ്മള്? കോരിയെടുക്കാനുള്ള പാത്രമാണ് എന്ത്? കോരിക. നെക്സ്റ്റ് ചിറ്റുരുളി. എന്താണ് ചിറ്റുരുളി? പറഞ്ഞത് നേരത്തെ നമ്മള്. ചെറിയ ഉരുളി. തടുക്ക്. എന്താ തടുക്ക്? ചെറിയ പായക്കാണ് തടുക്ക് എന്ന് പറയുന്നത് അല്ലെ? ഇത്രയേ ഉള്ളൂ പുതിയ വേർഡുള്ളൂ മീനിങ് പറയാനുള്ളത് അല്ലെ? നെക്സ്റ്റ് ആരാ? ഇഷിക രാജ്. ഓക്കെ, വായിച്ചോ ഇഷിക. ഇഷിക, can you hear me? Yes, okay, വായിച്ചു. ആയിക്കോട്ടെ. ഓക്കെ, അപ്പൊ ഇനി ആരെങ്കിലും വായിക്കാൻ സന്നദ്ധരായിട്ടുണ്ടോ? ഇപ്പോ പഠിച്ചില്ല? ഓക്കെ, എന്നാ നെക്സ്റ്റ് ക്ലാസ്സിൽ വായിക്കും കേട്ടോ എല്ലാവരും. കൊറേ തവണ. അനുഗ്രഹം വായിക്കുന്നുണ്ടോ?
ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ വായിക്കാം കേട്ടോ. കുറെ തവണ വായിച്ച് പഠിക്കണേ എല്ലാവരും. അത് വായിക്കാൻ പറ്റില്ലല്ലോ. ഓക്കെ, ഇനി നമുക്ക് അത്രേ സമയമുള്ളൂ. അപ്പൊ വൈൻഡപ്പ് ചെയ്തോട്ടെ മിസ്. ബൈ ബൈ. ഓക്കെ, ബൈ, സി യു. ഓക്കെ ഓക്കെ, ബൈ ബൈ, സി യു. ഓക്കെ ഓക്കെ, ഉമ്മ.